ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ JCNDS കൂടിയിരിക്കുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റെവറൻഡ് ഡോക്ടർ ജേക്കബ് മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം ത്രിയേകനല്ല, ഏകനാണ്. യേശു ക്രിസ്തു ദൈവമല്ല എന്നാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ക്രിസ്റ്റാഡെൽഫിയ എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വിശ്വാസം യേശു ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ഒരാൾ എന്ന അർത്ഥത്തിൽ യേശു ക്രിസ്തു വെറും ദാസനാണ്, അല്ലെങ്കിൽ വെറും ഒരു പുത്രൻ മാത്രമെന്ന് വിശ്വസിക്കുന്ന റസൽ മതക്കാരോട് ഏറ്റവും സാമ്യം വരുന്ന തരത്തിലുള്ള വിശ്വാസം മുന്നിട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഈ ക്രിസ്ത്യൻ ഫിലോഡെൽഫിയ എന്ന് പറയുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവരത് പലപ്പോഴും എന്ത് ചെയ്യുന്നു, മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അവരോട് ചോദിക്കുമ്പോൾ അവരെല്ലാത്തിനകത്തുകൊണ്ട് തൃത്വത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ തൃത്വത്തിലുണ്ട്, തൃത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ പറയുന്നു യേശു ദൈവമല്ല എന്ന് പറയുന്നു, യേശു ഒരു പുത്രൻ മാത്രമാണെന്ന് ദൈവവചനം തെളിയിക്കാൻ വേണ്ടി അവർ പറയുന്നത് യേശു ഒരു പുത്രനാണ് എന്ന് മാത്രം അവർ പറഞ്ഞുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ ഡോക്ടർ ജേക്കബ് മത്തായിയും ആ ഒരു ഇടയിൽ നിന്ന് വന്ന ഒരാൾ തന്നെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞു യേശു ദൈവമല്ല എന്നും ദൈവം ഏകനാണെന്നും പിതാവായ ദൈവമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ദുരുപദേശത്തിന് ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ യേശു പറഞ്ഞു, യോഹന്നാൻ 17:3 യേശു പറഞ്ഞു, പിതാവിലേക്ക് സ്വർഗ്ഗത്തെ നോക്കിയിട്ട് യേശു പറയുകയാണ്, അവൻ ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതല്ല നിത്യജീവൻ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞിരിക്കുന്നത് സത്യദൈവം ഏകനാണെന്നാണ്, ത്രിയേകനല്ല. അപ്പോൾ യേശുവിന്റെ ഫോളോവറായ ഞാൻ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് യേശുവിന്റെ വചനമാണ്. യേശു പറഞ്ഞു സത്യദൈവം ഏകനാണ് എന്ന്. അതുകൊണ്ട് ദൈവം ഏകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, അപ്പൊ ഈ പൗലോസ് 1 Timotheus 2:3 പറയുന്നു, ദൈവം ഒരുവനത്രേ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥര്. അപ്പോൾ ദൈവം ഒരുവനാണ്, ഏകനാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞാനതാണ് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. പൊതുവെ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിന്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ്. ഈ പുത്തൻകുരിശിൽ ഏതാണ്ട് 40 വർഷങ്ങളായി ഒരു ബൈബിൾ കോളേജ് നടത്തുന്ന ഒരു സാറാണ്. അതിന്റെ ഈ ബൈബിൾ കോളേജിന്റെ സ്ഥാപക പ്രസിഡന്റാണ്. ഇന്ന് ഈ സാറിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. തന്റെ ജീവിതാനുഭവം, അതോടൊപ്പം തന്നെ തന്റെ ഉപദേശപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ, അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ. കാരണം യേശു ക്രിസ്തു ദൈവമല്ല, പുത്രൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ മാത്രമാണ്, ഏക സത്യ ദൈവം പിതാവ് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ നമ്മൾ തിരുവെഴുത്തുകളിൽ നമ്മൾ കാണുന്നത് യേശു കർത്താവിന് ദൈവത്വമുണ്ടോ? പല ആളുകളും ഡയറക്റ്റ് ആയിട്ട് മത്തായി സുവിശേഷങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തോമസ് അപ്പോസ്തോലൻ മാത്രമേ എന്റെ കർത്താവും എന്റെ ദൈവമായി ഉള്ളൂ എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് വചനം ദൈവമായിരുന്നു, ദൈവത്തോടു കൂടെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ യേശു ക്രിസ്തുവിന് ദൈവത്വമുണ്ടോ? അവൻ കേവലം ഒരു മനുഷ്യൻ മാത്രമോ, അല്ലെങ്കിൽ ഒരു ദൈവപുത്രനോ, അതോ മധ്യസ്ഥനോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ജോയ് പാസ്റ്ററോടാണ്. ജോയ് പാസ്റ്റർ അത് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ഗീവറീസ് ബ്രദറിനും, അതുപോലെ തന്നെ ജോസ്ഫോറിസ് പാസ്റ്റർ, അതുപോലെ വിൽസം ബ്രദർ, പ്രിയ കർത്താവിന്റെ ദാസന്മാർക്ക് 3 പേർക്കും
എന്റെ നന്ദിയെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പാസ്റ്റർ ജേക്കബ് മത്തായി ഇവിടെ വീഡിയോയിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. അവിടെ പറയുന്ന വാക്കുകൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. സത്യത്തിൽ ഈ ദൈവദാസനെ എനിക്ക് വളരെ വർഷങ്ങളായി പരിചയമുണ്ട്. എന്നെ അദ്ദേഹത്തിന് പരിചയം കാണില്ല. അദ്ദേഹം ബൈബിൾ കോളേജ് ആദ്യം നടത്തിയത് എനിക്ക് പുത്തൻകുരിശിലല്ല, തേവര ടൗണിലാണ്. ആ സന്ദർഭങ്ങളിൽ അദ്ദേഹം അവിടെ കൺവെൻഷനൊക്കെ നടത്തുമായിരുന്നു. ഞാൻ അവിടെ പോയി സംബന്ധിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊന്നും ഇദ്ദേഹം ഇങ്ങനെ യേശു ദൈവമല്ല എന്നുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. തൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. അവരും അങ്ങനെ പറയുകയോ അല്ലെങ്കിൽ യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആളല്ലായിരുന്നു. ഇദ്ദേഹവും അങ്ങനെ അല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇടക്കാലം കൊണ്ട് അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. പ്രായത്തിന്റെ ഇതാണ് എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇടക്കാലം കൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു ഉപദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വ്യക്തതയില്ല. പക്ഷേ അവിടെ വന്നിട്ടുള്ള പല പാസ്റ്റർമാര് അവരെ തൃത്വക്കാരായിരുന്നു, തൃത്വം പ്രസംഗിക്കുന്നു, അതുകൊണ്ടെല്ലാം ഞാൻ കേട്ടുള്ളതാണ്. അപ്പോൾ ഞാനും അന്ന് കൊച്ചിയിൽ ഈ തീരപ്രദേശത്ത് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ആ ദൈവദാസൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. യേശു ദൈവമല്ലെന്ന് പറയത്തക്ക വിധത്തിൽ താൻ തരം താഴ്ന്നു പോയി എന്നുള്ള ഒന്നേ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്കിലും അദ്ദേഹം പറഞ്ഞ ആ വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് അദ്ദേഹം നമ്മളുടെ മുൻപിൽ പറഞ്ഞ് അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ദയവായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്: ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പറഞ്ഞ വാക്കാണ്. അത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ്. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇത് വാസ്തവത്തിൽ രണ്ട് വ്യക്തികൾ ഉള്ളതായിട്ട് തോന്നാം. എങ്കിലും ഇവിടെ പറയുന്നത് രണ്ട് വ്യക്തികളെ കുറിച്ചല്ല, ഒരു വലിയ അറിവിനെ കുറിച്ചാണ്. ഒരു ദൈവത്തിന്റെ ദൈവികമായിട്ടുള്ള ഒരു വലിയ അറിവ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. ഈ ഏകസത്യദൈവം ആരാണെന്നുള്ള അറിവും ആ ഏകസത്യദൈവം അയച്ച യേശു ക്രിസ്തുവും ആരാണെന്നുള്ള ഒരറിവ് നമുക്കുണ്ടാകുക എന്നുള്ളത് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളതാണ്. അറിവാണ് നമ്മളെ നിത്യജീവനിലേക്ക് നടത്തുന്നത്. ഇനി അതേ യോഹന്നാൻ തന്നെ ലേഖനം എഴുതുമ്പോൾ പറയുന്ന വാക്യവും കൂടെ ഞാൻ അതിനോട് ചേർന്ന് വായിക്കുകയാണ്. 1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. ശ്രദ്ധിക്കണേ, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇവിടെ ശ്രദ്ധിച്ച് കാണുമല്ലോ, അവൻ സത്യദൈവവും. ആര്? യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഈ ഒരു അറിവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന അറിവാണ്. വചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് ഏതെങ്കിലും അറിയൂസിന്റെ ഉപദേശം വെച്ചുകൊണ്ടല്ല. അറിയൂസ് പഠിപ്പിച്ച ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് കേവലം പുത്രൻ മാത്രമാണ്, ഒരു സൃഷ്ടി മാത്രമാണ്, ദൈവമല്ല എന്ന് തന്നെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഏതാ? ഈ ജേക്കബ് മത്തായി പാസ്റ്റർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കളഞ്ഞു കിട്ടിയ ചില ആശയങ്ങൾ വെച്ച് പഠിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബൈബിളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് അതേ യോഹന്നാൻ ഏകസത്യദൈവമായ, ഏകസത്യദൈവം എന്ന് പറയുന്നത് ദൈവം ഏകന, അതും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്.
ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നു തന്നെ നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഏകസത്യ ദൈവം ആരാണെന്ന് അറിയണം. ആ ഏകസത്യ ദൈവം അയക്കുക എന്ന് പറഞ്ഞാല് ബൈബിളിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്ന വിധത്തിൽ നമ്മൾ ചിന്തിച്ചു പോയാൽ നമുക്ക് യാതൊരു പിടിയും കിട്ടുകയില്ല. കാരണം ഉദാഹരണമായിട്ട് യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സാധാരണക്കാരനായ ഒരുവന്റെ അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സിലേക്ക് എന്താ വരുന്നത്? 4 കാലും 1 വാലുമുള്ള കുഞ്ഞാട്. ഈ കുഞ്ഞാട് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ കുഞ്ഞാട് പഴയ നിയമകാലത്ത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടെ യാഗവസ്തുവായി തീർന്ന ഒരു യാഗവസ്തുവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞാടെന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യക്തിയെ അല്ല എടുത്ത് പറയുന്നത്, ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലെങ്കിൽ സർവശക്തനായ ദൈവം മനുഷ്യവർഗത്തിനു വേണ്ടി താൻ തന്നെ ഒരുക്കിയ രക്ഷണ്യ പദ്ധതിയാണ് അവിടെ. അത് നമുക്ക് വിശദമായി മനസ്സിലാക്കുവാൻ കഴിയും. രക്ഷണ്യ പദ്ധതിയാണ്. അത് 2 വ്യക്തികളല്ല, ഒരു വ്യക്തിയുടെ 2 വിധ നേച്ചർ, 2 പ്രകൃതിയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്നവൻ ദൈവമാണ്, അപ്പോൾ തന്നെ ആ ദൈവം അയച്ച പുത്രനും കൂടെയാണ്. നമുക്കറിയാം, മാനുഷ്യമായി ചിന്തിച്ചാൽ അത് തെറ്റാ. കാരണം മാനുഷ്യമായിട്ടുള്ള ചിന്ത വരുമ്പോൾ അയക്കണമെങ്കിൽ 2 വ്യക്തികൾ കാണണം. അങ്ങനെ നമ്മൾ തെറ്റായി ദുർവ്യാഖ്യാനം, മാനുഷികമായിട്ടുള്ള ചിന്തയിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്ക് മനുഷ്യൻ വീഴുന്നത്. ഉദാഹരണം, യേശു ക്രിസ്തു കുഞ്ഞാടാണ്. അപ്പോൾ തന്നെ ഈ കുഞ്ഞാടിനെ യാഗം കഴിക്കേണ്ട മഹാപുരോഹിതനാരാ? അല്ലെങ്കിൽ യാഗ ശുശ്രൂഷ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട മഹാപുരോഹിതൻ അത് യേശു ക്രിസ്തുവാ. അപ്പൊ യാഗം കഴിക്കേണ്ടവനും യാഗവസ്തുവാകേണ്ടവനും ഒരു വ്യക്തിക്ക് ആകാൻ കഴിയുമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആ മനുഷ്യരത് കഴിയില്ല. ഒരു വ്യക്തിക്ക് തന്നെ പിതാവും പുത്രനുമാകുവാൻ കഴിയില്ല. യെശയ്യാപ്രവചനം 9:6 വായിക്കുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി. ഏതാ? ഈ ജനിച്ച ശിശു, ഈ നൽകപ്പെട്ട പുത്രൻ, അവന്റെ ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഒരു വ്യക്തിക്ക് തന്നെ ഇങ്ങനെ വിവിധ പദവികൾ അലങ്കരിക്കുവാൻ കഴിയും. അതുകൊണ്ട് അവന്റെ വ്യക്തിത്വത്തിന് അത് 2, 3, 4 മാറുന്നില്ല. അപ്പോൾ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നത് നിത്യജീവന. അറിവിനെ കുറിച്ച് അതേ യോഹന്നാൻ തന്നെ വിശദീകരിക്കുന്ന വാക്കാണ് ഞാൻ മുമ്പേ വായിച്ചത്. ദൈവപുത്രൻ വന്നത് ദൈവപുത്രനാണ്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നത് എന്തിനാണ്? സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി വന്നു. എന്നിട്ട് അതേ പരിശുദ്ധാത്മാവ്, വ്യാജം പറയാത്ത പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ് വീണ്ടും വിശദീകരിക്കുകയാണ്. അവിടെ പറയുകയാണ്, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. നാം സത്യദൈവത്തിൽ എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവത്തിൽ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നാം സത്യദൈവത്തിൽ അല്ലെങ്കിൽ ഏകസത്യ ദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും. അവൻ ആര്? ഈ യേശു ക്രിസ്തു സത്യദൈവവും. ഏത് സത്യദൈവം? തൃത്വത്തിൽ രണ്ടാമനായ സത്യദൈവമല്ല. ഇദ്ദേഹം തന്നെ ജേക്കബ് പത്തായി പാസ്റ്റർക്ക് തൃത്വം വിശ്വസിക്കുന്നില്ല ഇപ്പോൾ. പണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ സത്യദൈവവും ഏകസത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ക്രിസ്തു തന്നെയാണ് ഏകസത്യദൈവവും അവൻ തന്നെയാണ് നിത്യജീവൻ എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുമ്പോൾ, ഇതിനെ ദൈവത്വത്തെ 2ആയിട്ട് വെട്ടിമുറിച്ച് 2ഉം 3ഉമായിട്ട് വെട്ടിമുറിച്ച് പഠിപ്പിക്കുന്ന സാത്താനിക ഒരു വഞ്ചനയാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ വൃഥാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയും യേശു ദൈവമല്ല എന്ന് പറയില്ല. യേശു ദൈവമെന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുവാൻ ആർക്കും കഴിയില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധന്റെ ആത്മാവ്. ആരാ പരിശുദ്ധൻ?
സൈന്യങ്ങളെ യഹോവയാണ് പരിശുദ്ധൻ. പരിശുദ്ധനും പരിശുദ്ധാത്മാവും രണ്ടും രണ്ടല്ല. യഹോവയും പരിശുദ്ധാത്മാവും രണ്ടും രണ്ടല്ല. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ദൈവ ആത്മാവാകുന്നു. അപ്പോൾ ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് തികച്ചും ദൈവവചന വിരുദ്ധമാണ്. ദൈവവചനത്തിൽ ഒരിക്കലും അത് യോജിക്കുന്ന സംഗതിയല്ല. യേശു ക്രിസ്തുവിനെ രണ്ട് വ്യക്തികളാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ബൈബിളിൽ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വ്യക്തമായിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. ബൈബിളിൽ തന്നെ അതിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവവൈതലിന് യേശു ക്രിസ്തുവിനെ തീത്തോസ് 2:12 പറയുന്ന പോലെ അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ്. ദൈവവും രക്ഷിതാവും ഒരാളാണ്. അതിലും തെളിവുണ്ട്. യെശയ്യാ പ്രവചനം 25:9 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എന്താ? വ്യക്തമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവിടെ ഇത് നാം കാത്തിരുന്ന, നാം പ്രതീക്ഷിച്ചിരുന്ന ആ ദൈവം വരുന്നു. അവൻ വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് ഭാവിയെ സൂചിപ്പിക്കുന്നു. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ തന്നെ വന്ന് രക്ഷിക്കാമെന്നുള്ള പ്രവചനം യെശയ്യാ പ്രവചനം 25:9 വാക്യം വ്യക്തമായി വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. യേശു തന്നെ പുത്രനായും ദാവീദിന്റെ പുത്രനായും അബ്രഹാമിന്റെ പുത്രനായും സ്ത്രീയുടെ സന്തതിയായും പല ഡ്യൂട്ടികൾ ഇവിടെ ചെയ്യുമ്പോൾ അവൻ തന്നെ സർവത്തിനു മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. അത് ആര് തന്നെ എതിർത്താലും, ആര് തന്നെ അത് എതിരായി അറിയൂസിന്റെ ഉപദേശവും തൃത്തുല്യന്റെ ഉപദേശവും ഒക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ പഠിപ്പിച്ചാലും അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി വ്യാപരിക്കുന്ന ദൈവമക്കളിൽ അത് അല്പം പോലും വിലപ്പോകില്ല. കാരണം അങ്ങനെയുള്ള ആത്മാക്കളുണ്ട്, അവർക്കത് വിശ്വസിക്കുവാൻ കഴിയും. അപ്പോൾ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ നിത്യപിതാവാണെന്ന് പറയുന്നു. തീത്തോസ് 2:12 മഹാദൈവം എന്ന് പറയുന്നു. 2 മഹാദൈവങ്ങളില്ല. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-8 വാക്യം വായിക്കുമ്പോൾ അവൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. 2 സർവശക്തിയുള്ള ദൈവങ്ങളില്ല. ദൈവത്തിന്റെ 2 വിധ സ്വഭാവങ്ങളെ എടുത്ത് അതിനെ വെട്ടിമുറിച്ച് 2ആക്കി ആ ജനങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം. കുസ്തന്തീനോസിന്റെ കാലം മുതൽ സാത്താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആ വഞ്ചനയിൽ ആരും കുടുങ്ങരുത്. സത്യദൈവത്തെ അറിയണം. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച് യേശുവിനെ അറിഞ്ഞാൽ നിത്യജീവനാണ്. ആരാണ് ഏക സത്യദൈവം? യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യദൈവം. അവൻ നിത്യജീവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. താങ്ക് യു പാസ്റ്റർ. വളരെ നന്നായിട്ട് വ്യക്തമാക്കി തന്നതിന് വളരെ നന്ദി പറയുന്നു. കാരണം യേശു ക്രിസ്തു ദൈവമാണെന്ന് ബൈബിളുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പാസ്റ്റർ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. കാരണം 2 വ്യക്തികളോ 2 ദൈവങ്ങളോ നമുക്കില്ല എന്ന് പാസ്റ്റർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം യേശു ക്രിസ്തു സൃഷ്ടിയാണെന്നും യേശു ക്രിസ്തു വെറും മധ്യസ്ഥൻ മാത്രമാണെന്നും യേശു ക്രിസ്തു വെറും പുത്രൻ മാത്രമാണെന്ന് പറയുന്നവർക്ക് പാസ്റ്റർ നല്ലൊരു മറുപടിയാണ് പാസ്റ്റർ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. കാരണം ഇതിനൊക്കെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് ആവശ്യമാണെന്ന് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ ജോസ് ഫറീസ് പാസ്റ്ററോടാണ് എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അതായത് യേശു കർത്താവ് ദൈവമാണെന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ തെളിയിക്കുവാൻ കഴിയുമോ? അത് പിതാവും പുത്രനും 2 വ്യക്തികളാണോ? ഇനി ജേക്കബ് സാർ എന്ന് പറയുന്ന ആള് റസൽ മത വിശ്വാസം പിന്തുടരുന്ന ആളാണോ? അതായത് യോഹന്നാൻ 5:20 നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ് അല്ലെ? അപ്പോസ്തലൻ പറയുകയാണ് എന്റെ കർത്താവും എന്റെ ദൈവമായി ഉള്ളവേ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യോഹന്നാൻ 5:20 വായിക്കുന്നു. യേശു ക്രിസ്തു സത്യദൈവം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു മഹാദൈവം എന്ന് തിമോത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം യോഹന്നാൻ സത്യദൈവം എന്നും. അപ്പോ എത്ര ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുകയായിരുന്നെങ്കിൽ നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തു മാത്രമാണ് ദൈവമെന്നും യേശുക്രിസ്തു തന്നെയാണ് സർവശക്തനായ ദൈവമെന്നും
യേശു ക്രിസ്തു തന്നെയാണ് ഏക സത്യദൈവമെന്നും പ്രത്യേകിച്ച് ജോയ് പാസ്റ്ററുടെ വിശദീകരണത്തിലും മോഡറേറ്റർ ആയിട്ടുള്ള ഗീവറീസിന്റെ സ്വയം ഉള്ള പ്രസന്റേഷനിലും വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും യേശുക്രിസ്തു ഏക സത്യ ദൈവമാണ്, യേശുക്രിസ്തു മാത്രമാണ് ദൈവം, യേശുക്രിസ്തു മഹാദൈവമാണ്, യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ്, യേശുക്രിസ്തു നിത്യനായ പിതാവാണ്, യേശുക്രിസ്തു പഴയ നിയമത്തിൽ രക്ഷിതാവായി വരുന്ന രക്ഷിതാവായ മെസ്സിഹയായ ദൈവമാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്പഷ്ടമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ വചനങ്ങളെല്ലാം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളതുമാണ്. അപ്പോ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, യേശുക്രിസ്തു സത്യദൈവമല്ല, യേശുക്രിസ്തു മഹാദൈവമല്ല, യേശുക്രിസ്തു കേവലം സൃഷ്ടിയാണ് എന്ന് പറയുന്നവർ, അവർക്ക് അല്ലെങ്കിൽ ഇത്തരം ഉപദേശങ്ങൾ സ്ഥാപിക്കുന്നവർക്ക് വ്യക്തിപരമായ വ്യക്തവും സുവ്യക്തവുമായ താല്പര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഞാനിത് പറയാനുള്ള കാര്യം, നമ്മുടെ കൈവശം കാനോനികമായി ലോകത്തെമ്പാടുമുള്ള ക്രിസ്തു സഭകൾ അംഗീകരിച്ചിട്ടുള്ള 66 പുസ്തകങ്ങളുള്ള വേദപുസ്തകത്തിൽ നിന്നും ഈ പുസ്തകത്തെ ആധാരമാക്കി തന്നെ, എന്നാൽ ഇതിലെ മുഴുവൻ വചനങ്ങളും എടുക്കാതെ തന്നെ 100 കണക്കിന് ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. യഹോവയുടെ സാക്ഷികളായാലും, ക്രിസ്ത്യൻ ഡിഫൻസ് ആയാലും, സെവന്ത് ഡേ ആയാലും, അതുപോലെ സൽവേഷൻ ആർമി ആയാലും, ഇങ്ങനെ സ്ഥാപിതമാക്കപ്പെട്ടിട്ടുള്ള എല്ലാ സഭകളും അവരുടെ ഉപദേശം അല്ലെങ്കിൽ അവരുടെ തിയോളജി രൂപപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കൈവശമുള്ള ബൈബിളിൽ നിന്ന് മാത്രമാണ്. അതിൽ വ്യത്യസ്തമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വചനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുള്ള യഹോവയുടെ സാക്ഷികൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്താണ് നമുക്ക് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ, ആമുഖമായി സംസാരിക്കുമ്പോൾ നമ്മൾ അരിയൂസിന്റെ സിദ്ധാന്തത്തെ കുറിച്ച് ചെറിയതായിട്ട് സ്പർശിച്ചു പോയി. നമുക്കറിയാം അരിയൂസിന്റെ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു സൃഷ്ടിയാണ്, ദൈവം പിതാവായ ദൈവമേ ദൈവമായിട്ടുള്ളൂ എന്നുള്ള ഒരു ഉപദേശം വരുന്നത്. എന്നാൽ പിന്നീടുള്ള കൗൺസിലുകളിൽ തർത്തുല്യനും അത്തനേഷ്യസും യോസേബിയസ് മുതലായ സഭാപിതാക്കന്മാർ, അതായത് അന്നത്തെ മതത്തിന്റെ പിതാക്കന്മാരായിരുന്ന ആളുകൾ, അങ്ങനെയല്ല, യേശുക്രിസ്തുവും ദൈവമാണ്, ദൈവത്തിന്റെ ദൈവിക കൂട്ടായ്മയിൽ ഒരു വ്യക്തിയാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഉള്ളതുപോലെ 100 കണക്കിന് ഉപദേശങ്ങളോ 100 കണക്കിന് സഭകളോ ഉപദേശത്തിന്റെ പേരിലുള്ള ഇത്തരം കോൺട്രഡിക്ഷനിലോ അല്ലെങ്കിൽ കൺഫ്രണ്ടിങ്ങോ ഒന്നും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഇടയിൽ ആശയപരമായ ഭിന്നതകൾ പലപ്പോഴും ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ചർച്ച് സഭ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ സർക്കംസിഷൻ, പരിശോധന, യഹൂദന്റെ മതാചാര പ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ അതുകൂടി പ്രമാണിക്കണമെന്നുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അവരുടെ ഇടയിൽ ദൈവം ഏകനല്ല എന്നോ ദൈവത്തിൽ 3 വ്യക്തികൾ ഉണ്ട് എന്നുള്ള വാദഗതികൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം, ഈ വാദഗതികൾ ഉണ്ടായത് എപ്പോഴാണ്? ഈ വാദഗതികൾ ഉണ്ടായത് നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ അധരങ്ങളിലൂടെ സംസാരിച്ചതാണ് വചനമായി പിൽക്കാലത്ത് പുതിയ ന്യൂ ടെസ്റ്റമെന്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പോസ്തലന്മാര് ശുശ്രൂഷ തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് വരമൊഴിയായിട്ട് അല്ലെങ്കിൽ എവിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ട് അല്ലെങ്കിൽ പ്രവചനമായിട്ടോ പുസ്തകമായിട്ടോ ലിഖിതമായിട്ടോ അത് അവർക്ക് ഉണ്ടായിരുന്നത് പഴയ നിയമം എന്നുള്ള പുസ്തകം മാത്രമായിരുന്നു. അതായത് തനാക്ക് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ തോറയും നെവീമും കത്തുബും എന്ന് പറയുന്ന പ്രവാചക ഗ്രന്ഥങ്ങളും അതർ ബുക്സുകളും തോറയും അടക്കമുള്ള ഗ്രന്ഥങ്ങൾ മാത്രമേ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നുള്ളൂ. ഈ പുസ്തകമാണ് സ്വാഭാവികമായിട്ടും അന്നത്തെ യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്നതും
യേശുക്രിസ്തു അവരോട് അതിൽ നിന്ന് സംസാരിച്ചതും അപ്പസ്വലന്മാരുടെ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് എടുത്ത് അവരെ സംസാരിക്കുമാറാക്കിയതും. അവർ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു എന്ന് മർക്കോസ് 16:20 പറയുക. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മോശയുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചോ പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തെ സംബന്ധിച്ചോ സങ്കീർത്തകന്മാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സഭാപ്രസംഗി തുടങ്ങി സദൃശ്യവാക്യങ്ങൾ തുടങ്ങി മറ്റ് അതർ ടെക്സ്റ്റുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ചോ അല്ല നമ്മൾ മർക്കോസിന്റെ 16:20 കാണുന്ന ഒരു കാര്യം. കാരണം ആ പുസ്തകങ്ങളെ കർത്താവ് അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടക്കുന്ന അടയാളങ്ങളാൽ ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അത് ഓൾറെഡി യേശുക്രിസ്തു അടക്കമുള്ള ആളുകൾ പിന്തുടർന്ന് വന്നിരുന്ന പുസ്തകങ്ങളാണ്. പിന്നെ എന്താണ് ദൈവം ഉറപ്പിച്ചത്? അടയാളങ്ങളിലൂടെ അപ്പോസ്തലന്മാർ സംസാരിക്കുന്ന വചനം ദൈവവചനമായി യേശുക്രിസ്തു തന്നെത്താൻ ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നമ്മുടെ കൈവശമുള്ള പുതിയ നിയമമായി നാം വായിക്കുന്ന ഈ ഗ്രന്ഥങ്ങൾ, 27 പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളെ ആയിട്ട് നമ്മൾ പിൽക്കാലത്ത് നമ്മുടെ കൈവശം അല്ലെങ്കിൽ കത്തോലിക്ക സഭ അത് തന്നെ ക്രോഡീകരിച്ച് കൊണ്ടുവന്ന അവകാശവാദം ഉന്നയിക്കുന്ന പുസ്തകങ്ങൾ, കാനോനികമായി അവരുടെ കൗൺസിലിൽ തെരഞ്ഞെടുത്ത പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങളിൽ എവിടെയും അപ്പോസ്തലന്മാരോ അവരുടെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്ന തിമോഥെയോസോ സിൽവാനോസോ ഫിലമോനോ തുടങ്ങിയുള്ള ആളുകളോ അപ്പോസ്തലന്മാരോ ആരും തന്നെ ഉപദേശ സംബന്ധമായ ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ ഉണ്ടായിരുന്നതായി നമ്മൾ കാണുന്നില്ല. പിന്നീട് എന്തുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റുകൾ പിന്നീട് വന്നു ചേർന്നത് എന്ന് ചോദിച്ചാൽ, കൊല്ലുന്ന അക്ഷരമായി ആത്മാവിന്റെ വെളിപ്പാടില്ലാതെ ഈ ദൈവവചനത്തെ കൈകാര്യം ചെയ്യാൻ പരിശ്രമിച്ചെടുത്തു നിന്നാണ് ഇന്ന് നമുക്ക് വായിക്കുമ്പോൾ ദൈവം ഏകനാണെന്ന് കാണാൻ കഴിയുന്ന പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള അനവധി തിരുവെഴുത്തുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളത് സുവ്യക്തമായി നമുക്ക് ദൈവം ഏകനാണ് എന്ന് കാണാൻ കഴിയുമ്പോൾ, അതേ പുസ്തകത്തിൽ കൺഫ്യൂസിങ് ആയി അനേകർക്ക് തോന്നുവാൻ കഴിയുന്നതും വാസ്തവത്തിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ദൈവാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. യേശുവിനെ കർത്താവ് എന്ന് പറയാൻ യേശുവാണ്. മലയാളത്തിൽ നമ്മൾ കർത്താവ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ സംബന്ധിച്ച് നമുക്കറിയാം യാവേ എന്ന പദത്തിനാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു തന്നെയാണ് കർത്താവ് എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിലെ പറ്റുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് പറയുന്ന ആളുകൾ പറയുന്ന എന്താണ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്നാമതൊരു ദൈവമുണ്ടെന്ന്. അപ്പോൾ ദൈവത്തെ 2ഉം 3ഉം പീസാക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ആശയപരമായ ഭിന്നത ഇവരുടെ ഇടയിൽ ഉണ്ടായത്. ഉപദേശ സംബന്ധമായി ദൈവത്തിന് വ്യക്തിത്വം ആരോപിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന് വ്യക്തിത്വമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഏകനാണ്, വൺനെസ് അല്ല. ട്രിനിറ്റി ഉണ്ടെങ്കിൽ വൺനെസ് ഉണ്ട്. അപ്പൊ ട്രിനിറ്റി എന്ന് പറയുന്നത് ഒരു 3 വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് എങ്കിൽ ആ 3 കൂട്ടായ്മയുടെ വ്യക്തിത്വത്തിനാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഏകത്വം പ്രസ്താവിക്കുന്നതിന്റെ അർത്ഥം ദൈവം ഏകത്വമുള്ളവനല്ല, ദൈവം ഏകനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏകനാണ് ദൈവം എന്ന് ബൈബിൾ പറയുന്നു. ഏകത്വം എന്ന പദം പോലും ബൈബിളിലില്ല. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന, ഏകനായി നിൽക്കുന്ന ഏക സത്യ ദൈവം എന്നൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. ഏകത്വം ബൈബിളിലും ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഈ ആശയങ്ങൾ കൊണ്ടുവന്നത് മനുഷ്യന്റെ ചെറിയ തലച്ചോറ് കൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ പരിശ്രമിച്ചതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഇത്തരം ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും യഥാർത്ഥ ഏകനായി നിൽക്കുന്ന ഏക സത്യ ദൈവത്തിന്റെ വെളിപ്പാടിൽ നിന്നും ദർശനത്തിൽ നിന്നും ആളുകൾ വീണുപോകാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ ബൈബിളിലുണ്ട്. നമുക്കറിയാം ബൈബിളിൽ ദൈവത്തെ ഒരു വ്യക്തിയായി കാണാൻ പരിശ്രമിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇടർച്ച ഉണ്ടാകാൻ കഴിയുന്ന വിധത്തിലാണ് ബൈബിളിന്റെ ആഖ്യാന രീതി നടക്കുന്നത്. കാരണം ദൈവത്തെ വ്യക്തി എന്നുള്ള നമ്മൾ ഒരു വ്യക്തി എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഒരു 8-10 വയസ്സ് എങ്കിലും ഉള്ള ഒരു കുട്ടി മുതൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിക്ക് ശോഷണം സംഭവിക്കാത്ത ഒരു വൃദ്ധൻ വരെയുള്ള മനുഷ്യന്റെ
ചിന്താശേഷിയുള്ള മനുഷ്യനിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, മനുഷ്യന്റെ തലത്തിൽ അയാൾ ഒരു വ്യക്തിയെ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിർവചിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഈ ഒരു ഘടകം അവർക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി യേശുക്രിസ്തു നിൽക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തു ഒരു വ്യക്തിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ വ്യക്തികളാണ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം വ്യക്തിയല്ല. യേശുക്രിസ്തു നമുക്കറിയാം, ഹി ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. ഹി ഈസ് ദ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. അപ്പൊ ദൈവം ഇൻവിസിബിൾ ആണ്, അദൃശ്യനാണ് എന്നുള്ള ആ ഫണ്ടമെന്റൽ ഉപദേശം, അടിസ്ഥാന ഉപദേശം തലയ്ക്കകത്ത് കയറാതെ നിൽക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സംഖ്യാപുസ്തകം 23:19 പറയുന്ന വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, പിന്നെ വേറൊരു കാര്യങ്ങളുണ്ടല്ലോ, അനുദപിക്കാൻ അവൻ മനുഷ്യപുത്രനുമല്ല. ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. എന്നാൽ ദൈവം മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണ്, ദൈവം ദാവീദ് പുത്രനാണ്, ദൈവം അബ്രഹാമിന്റെ സന്തതിയാണ്, ദൈവം സ്ത്രീയുടെ സന്തതിയാണ്. എപ്പോഴാണ് ഇതൊക്കെ? അവന്റെ വേലയോട്, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന്റെ വേലയോടുകൂടെ സംബന്ധിച്ചും അവൻ ഉണ്ടാക്കാൻ പോകുന്ന രാജത്വത്തെ സംബന്ധിച്ചും ദൈവത്തിന്റെ പ്രത്യക്ഷതകളെ ഈ വിധത്തിൽ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ അവന്റെ പ്രത്യക്ഷതയുടെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയാതെ, ദൈവത്തെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച് ദൈവം മോശ തുടങ്ങിയ പ്രവാചകന്മാരിലൂടെ അരുളപ്പാട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഉൾക്കാഴ്ച ഇല്ലാത്ത എല്ലാവർക്കും ഈ ഇടർച്ച സ്വാഭാവികമാണ്. അങ്ങനെയുള്ളവർക്ക് ഏതൊരു ആശയവും വെച്ച് ഒരു സഭ തുടങ്ങാൻ, ആ ആശയത്തിലേക്ക് അവരുടെ സമാന ചിന്താഗതിയിൽ ദൈവത്തെ സമീപിക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ആളുകൾക്ക് കൂടുതൽ പ്രൊവിഷൻ ഉണ്ട്. കാരണം യഹോവയുടെ സാക്ഷിക്കും ക്രിസ്റ്റാ ഡെൽഫീനസിനും ഒരു അഡീഷണൽ പ്രൊവിഷൻ ഉള്ളത് ബൈബിൾ പറയുന്ന ദൈവം ഏകനാണ്. അപ്പം മറ്റ് ട്രിനിറ്റേറിയൻ സ്വഭാവമുള്ള സഭകളെക്കാളും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് പറയാൻ കഴിയും യേശു ദൈവമല്ല, മനുഷ്യനാണ്. യേശു തന്നെ പറഞ്ഞു ഏക സത്യദൈവമായ പിതാവാണെന്ന്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഓതന്റിക് ആയിട്ട് പറയാൻ പറ്റും ദൈവം ഏകനാണെന്ന്. എന്നാൽ ആ ഏകനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് യേശുക്രിസ്തു എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അത് ബൈബിളിൽ ഇല്ലാഞ്ഞിട്ടല്ല, ബൈബിളിൽ ഉള്ളതിനെ അവർ വെളിപ്പാടിനാൽ സമീപിക്കുന്നില്ല, മറിച്ച് ബുദ്ധി കൊണ്ട് സമീപിക്കുന്നത്, ലോജിക് ഉപയോഗിച്ചിട്ട് ദൈവത്തെ സമീപിക്കുന്നത് കൊണ്ടാണ് ഈ ട്രിനിറ്റേറിയൻസിനും ഈ പറയുന്ന യൂണിറ്റേറിയൻ വാദം ഉന്നയിക്കുന്ന ഏതാനും ചില സഭകൾക്കും എല്ലാം ഒരേപോലെ ഈ ആശയം അവരുടെ തലയിൽ നിൽക്കുന്നതിന്റെ കാര്യം, ദൈവത്തെ അവരുടെ ചെറിയ ബുദ്ധി കൊണ്ട്, ചെറിയ തലച്ചോറുകൊണ്ട് ആ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, മറിച്ച് അക്ഷരത്തിൽ നിന്നല്ല, ആത്മാവിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്ത ഇടത്താണ് ഈ പ്രശ്നം. അതുകൊണ്ട് ചോദ്യത്തിന്റെ അതിലേക്ക് ഞാൻ കടന്നു പോകാത്തതിന്റെ കാരണം യേശുക്രിസ്തു തന്നെയാണ് മഹാദൈവമെന്നും, യേശുക്രിസ്തു നിത്യപിതാവാണെന്നും, യേശുക്രിസ്തു സർവശക്തനാണെന്നും മഹാദൈവമാണെന്നും എല്ലാം ബൈബിളിൽ ഉടനീളം പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യത്തിന് കുറച്ചുകൂടി സാങ്കേതികമായി, ചരിത്രപരമായും ആത്മീയ തലത്തിലും മനുഷ്യൻ സമീപിക്കേണ്ടുന്ന രീതി എങ്ങനെ സമീപിച്ചാലാണ് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നി സംസാരിക്കാൻ ഞാൻ ഇടയായത് അതുകൊണ്ടാണ്. എന്റെ അല്പമായ ഈ പ്രസന്റേഷനിൽ നിന്നും കുറച്ച് വിവേകപൂർണമായി ദൈവവചനം സമീപിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ ശുഭാപ്തി വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ പറഞ്ഞത് ഇതാണ്. കാരണം ദൈവവചനത്തെ കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും യേശുക്രിസ്തു വെറും പുത്രനാണെന്നും സൃഷ്ടിയാണെന്നും പലർക്കും തോന്നുന്നത്. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി കഴിഞ്ഞ ആട്ടുകൂട്ടങ്ങളെ മാനിക്കാത്ത ഇടയന്മാർ വരും, നിങ്ങളെ തെറ്റിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാരുടെ ശേഷം വന്ന കള്ള അപ്പോസ്തലന്മാരായിരിക്കാം ഇങ്ങനെയൊരു സംഭവം ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ദൈവം 3 പേരാണെന്നും യേശു ക്രിസ്തു വെറും മനുഷ്യനാണെന്നും സൃഷ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുവാൻ തുടങ്ങിയത്. AD 250-നും 200-നും ശേഷം വന്ന പാഷാണ്ഡതകളും തെർത്തുല്യൻ ഓർഗൻ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതിന് അതായത് തെർത്തലിനും അതുപോലെ തന്നെ ഓർഗനും ഒക്കെയാണ് ഇതിന്
കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തത്, അല്ലെങ്കിൽ കൂടുതലായി ഇതിന് ബലം കൊടുത്തത് ഈ സിദ്ധാന്തത്തിന്. അവരുടെ സിദ്ധാന്തത്തിൽ നിന്ന് പഠിച്ചവർ ദൈവം 3 പേരാണെന്നും പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് എവിടെ കണ്ടാലും അത് തൃത്വമാണെന്ന് വിശ്വസിക്കാനും, അല്ലെങ്കിൽ ഇത് യേശുക്രിസ്തു സൃഷ്ടിയാണെന്നും മാത്രം വിശ്വസിക്കാനും ജനത്തെ പ്രേരിപ്പിച്ചതും ഇവർ തന്നെ ആയിരിക്കാം. കാരണം ദൈവവചനത്തിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് പോകാതെ, ദൈവവചനത്തിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞ പല സ്ഥലങ്ങളും മറന്നുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവർക്ക് ഇവരുടേതായ സിദ്ധാന്തം ഇവരിൽ നിന്നും, ഇവരുടെ മനസ്സുകളിൽ തോന്നുന്ന സിദ്ധാന്തങ്ങൾ ഇവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതാണ് പതിവായി നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ള കാര്യം ജോസൂറി സാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. കാരണം പിന്നീട് വന്ന ഈ പാഷാണ്ഡതകൾ കാരണം ജനത്തെ അവരുടെ വിശ്വാസം നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജനത്തിന്റെ വിശ്വാസം ഇല്ലാതാക്കിയിട്ടുണ്ട്. കാരണം ഏക ദൈവത്തിലുള്ള ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസം തകർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഷുഗറാണ് എന്നുള്ള കാര്യം ജോസൂറി ഫാസ്റ്റ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നു. എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ വിൽസൺ ബദറിനോടാണ്. വിൽസൺ ബദറിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ജേക്കബ് മത്തായി പറഞ്ഞത് ഇതാണ്: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് നമ്മൾ സ്നാനപ്പെടേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. 2:38 അപ്പോസ്തല പ്രവൃത്തി 2:38 പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം ഏൽക്കേണ്ടത്. അപ്പോ ഈ പറയുന്ന വാദം ശരിയാണോ? അതായത് 3 പേരുടെ നാമത്തിലാണോ നമ്മൾ സ്നാനപ്പെടേണ്ടത്? കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമല്ല. തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം യേശു ആരാണ്? ദൈവമാണ്. കാരണം 3 ദൈവം ഉണ്ട് അവർക്ക്. അപ്പോ ഇവരെ സംബന്ധിച്ചോളം യേശു ദൈവമല്ല. പിന്നെ എന്തുകൊണ്ട് ഇവര് ഈ പറയുന്ന 3 പേരുടെ നാമത്തിൽ സ്നാനപ്പെടണം? ഇവർക്ക് ഒരു ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടാൽ പോരെ? അത് ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ യഥാർത്ഥ സ്നാനം ഏതാണ്? 2:38 ആണോ അതോ 28:19 ആണോ? ഒന്ന് വിശദീകരിക്കാമോ വിൽസൺ ബ്രദർ? പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. അദ്ദേഹം ഞാനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ക്രിസ്റ്റഡൽഫിയ പറ്റി പറയുമ്പോൾ, ഇവര് ഒരു ഈ യഹോവ സാക്ഷിയുടെ വേറൊരു വെർഷനാണെന്നാണ് ഞാൻ അവരെ പറ്റി പഠിച്ചപ്പോൾ കാണുന്നത്. സോ അരിയൂസിന്റെ ഒരു തലമുറയിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം ക്രിസ്റ്റഡൽഫിയയിലേക്കും നയിക്കപ്പെട്ടതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതുപോലെ ഇപ്പം നമ്മൾ കാണുന്നു തർത്തുല്യന്റെ ആ ഒരു ചിന്ത വചനത്തിൽ പല ഭാഗത്തും യേശു ക്രിസ്തു ദൈവമാണ്. പിന്നെ പഴയ നിയമം നോക്കുമ്പം പിതാവ് ദൈവമാണ്. അപ്പൊ പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്. പിതാവായ ദൈവമെന്നും പുത്രനായ ദൈവമെന്നും ഒക്കെ എടുത്തുകൊണ്ട് അവര് ആ പല സത്യങ്ങൾ, ചെറിയ സത്യത്തിന്റെ കൂടെ കുറെ വലിയ കള്ളം, അതായത് ദൈവം 3 വ്യക്തികളാണെന്നും ആ 3 വ്യക്തികൾ വെവ്വേറെ ആയിട്ട് എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള സിദ്ധാന്തമായ തർത്തുല്യന്റെ സിദ്ധാന്തമായ തൃത്വം അവർ രൂപപ്പെടുത്തിയത്. ആ ഒരു തൃത്വം രൂപപ്പെടുത്തിയതിൽ നിന്നും വന്ന ഒരു സ്നാനമാണ് ബ്രദർ ഗീവർഗീസ് പറഞ്ഞത് മാതിരി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ, അതായത് 3 വ്യക്തികളുടെ നാമത്തിലുള്ള സ്നാനം എന്ന് പറയുന്നത്. അപ്പം ആരുടെ പ്രോപ്പർട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരുടെ പ്രോപ്പർട്ടിയാന്ന് പറയാം, ഒരാളുടെ പ്രോപ്പർട്ടി അല്ല. അപ്പം ഈ ഒരു പറഞ്ഞ വളരെ ശരിയാണ്. ക്രിസ്തു ദൈവമല്ല, പുത്രൻ ദൈവമല്ലെങ്കിൽ പുത്രൻ എന്ന പദവി, നമ്മൾ പുത്രന്റെ പദവിക്കല്ല നമ്മൾ ദൈവത്വം നൽകുന്നത്. നമ്മൾ ദൈവത്വം പിതാവിന് തന്നെയാണ് നൽകുന്നത്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവും നമുക്കുണ്ട്. അപ്പോൾ ഈ ക്രിസ്റ്റഡൽഫിയ ആയാലും യഹോവ സാക്ഷികളായാലും ഇവർ പറയുന്നത് ക്രിസ്തു ദൈവമല്ല, ക്രിസ്തു ഒരു സഹോദരൻ മാത്രമാണ്, അതായത് സമസൃഷ്ടിയാണ്. നമ്മളൊരു സൃഷ്ടിയാണ്, അവരും ക്രിസ്തുവും ഒരു സമസൃഷ്ടിയാണ്. പക്ഷെ നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ ഒരു സൃഷ്ടിക്ക് ഒരിക്കലും നമ്മുടെ രക്ഷിതാവാകാൻ പറ്റത്തില്ല. ദൈവം പറയുന്നു ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവും ഇല്ല. അപ്പൊ ഈ ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ഒരു രക്ഷകൻ ഉണ്ടെങ്കിൽ അത് ദൈവമായിരിക്കണം. അപ്പൊ അതിനെ തർത്തുല്യൻ പിടിച്ചു. അത് പറഞ്ഞ ആ രക്ഷിതാവായിരിക്കണമെങ്കിൽ ദൈവമായിരിക്കണം. അത് ശരിയാ. അപ്പം യേശുവും ദൈവമാണെന്ന് പറഞ്ഞു. അപ്പം ആര്യൂസ് വാദിക്കുന്നത് എന്താണ്? ദൈവം അല്ല എന്നാണ് വാദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു പക്ഷം അവിടെ ജയിച്ചു. അവിടെ യേശു ക്രിസ്തു മാത്രം ഏകസത്യ ദൈവം എന്നുള്ള റെപ്രസെന്റേഷൻ നമ്മൾ നൈസിയയിൽ നിഖ്യയിൽ കാണുന്നില്ല.
അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ രാജ്യവുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ റെപ്രസെന്റേഷൻ വേണ്ട. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തോലന്മാരുടെ ആ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം അടിസ്ഥാനപരമായി പറയുന്ന ഒരു കാര്യം, സുവിശേഷത്തിന്റെ അടിസ്ഥാനം പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരുമാണ്. ഈ രണ്ട് അടിസ്ഥാനം വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 27 പുസ്തകങ്ങൾ എഴുതിയതിനകത്ത് ആ 27 പുസ്തകങ്ങളും എഴുതിയത് ക്രിസ്തു നേരിട്ടറിയിക്കുകയല്ല, അത് അപ്പോസ്തോലന്മാരിൽ കൂടെ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തിയെ നിഷേധിക്കുന്ന കാര്യമാണ് ഇവർ ചെയ്യുന്നത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം. അതായത് കർത്താവായ യേശു ക്രിസ്തു കൊടുത്ത കൽപ്പന അത് അപ്പോസ്തോലന്മാർക്കാണ് കൊടുത്തത്. നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം 28-16 മുതൽ വായിക്കുമ്പോൾ മോശയെ എങ്ങനെ ദൈവം പർവ്വതത്തിൽ വിളിച്ചു, ഒരുക്കം കൊടുത്തു, ഉപദേശം കൊടുത്തു കൽപ്പനയോടുകൂടെ എന്നുള്ള കാര്യം നമ്മൾ അവിടെ വ്യക്തമായിട്ട് കാണുന്നു. അപ്പൊ ഒരുക്കപ്പെട്ടവരാരായിരുന്നു? അപ്പോസ്തോലന്മാരായിരുന്നു. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് ആ പഴയ നിയമസഭ മല്ലിടുന്നത് ആരോടാണ്? ഒരുക്കം കൊടുത്ത മോശയോടാണ് മല്ലിടുന്നത്. നമ്മൾ കാണുന്ന കോരഹിന്റെ അവിടെ അവര് എങ്ങനെയാണ് മോശയോട് മല്ലിട്ട് ദൈവത്തിന്റെ ഒരുക്കപ്പെട്ട ഒരു മനുഷ്യനോട് മല്ലിടുന്നത്. അതുപോലെ തന്നെയാണ് അപ്പോസ്തോലന്മാരോട് മല്ലിടുന്ന ഈ കൂട്ടം. അവര് വെവ്വേറെ ആയിട്ട് 4500 സഭ, അതിൽ കൂടുതൽ സഭകളായിട്ട് ആൾക്കാരെ തെറ്റിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള ഡോക്ട്രിൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ ഒരു ഡോക്ട്രിൻ ആണ് ഈ ക്രിസ്റ്റഡൽഫിയ എന്നുള്ള ഡോക്ട്രിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഒരു സഹോദരനാണ്. ക്രിസ്തു ഒരു സഹോദരനാണോ? നമ്മൾ കാണുന്നു, വചനത്തിൽ കാണുന്നു, ക്രിസ്തു ഒരു സഹോദരനായി. എന്തുകൊണ്ട്? ജഡത്തിലും രക്തത്തിലും പ്രത്യക്ഷനായത് കൊണ്ട് ക്രിസ്തു ഒരു സഹോദരനായി. എന്നാൽ ക്രിസ്തു സഹോദരൻ മാത്രമാണോ? അല്ല. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. അപ്പം മക്കളുടെ പിതാവുമാണ്. പിന്നെ അബ്രഹാമിന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഫ്രണ്ട് ആയിരുന്നു ദൈവം എന്ന് വചനത്തിൽ പറയുന്നു. അപ്പൊ ഫ്രണ്ട് മാത്രമാണോ? അല്ല, അവൻ ഫ്രണ്ടുമാണ്, പിതാവുമാണ്, അവൻ സഹോദരനുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോയ് പാസ്റ്റർ ഓർമ്മിപ്പിച്ചു, അവൻ മഹാപുരോഹിതനായിരുന്നു, അവൻ യാഗത്തിന്റെ കുഞ്ഞാടായിരുന്നു. അതുപോലെ അവൻ പറഞ്ഞു, എന്റെ ശരീരം ആലയമാണ്, ഈ ആലയത്തെ വീഴ്ത്തിയാൽ ഞാൻ പുതിയ ആലയം പണിയും. അപ്പോൾ യാഗം കഴിച്ച ആലയവും അവൻ തന്നെയായിരുന്നു. അപ്പൊ ആലയം അവൻ തന്നെയാണ്, മഹാപുരോഹിതൻ അവൻ തന്നെയാണ്, യാഗത്തിന്റെ വസ്തുവും അവൻ തന്നെയാണ്. ഒന്നല്ല, ഇതെല്ലാം ക്രിസ്തു തന്നെയാണ്. പിന്നെ ക്രിസ്തു വെറും ഒരു മനുഷ്യൻ മാത്രമാണോ? അല്ല. നമ്മൾ കാണുന്നു ക്രിസ്തുവിന്റെ ആത്മാവാണ് പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചത്. നമ്മൾ കാണുന്നു 1 പത്രോസ് 1:10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പറ്റി പറയുന്നു, അവൻ ജഡത്തിൽ പ്രത്യക്ഷനായ ശേഷം അവന്റെ 1 കൊരിന്ത്യർ 12:15 പറയുന്നു, അവൻ ജഡത്തിൽ വന്ന ശേഷം രണ്ടാമത്തെ ആദാമായതുകൊണ്ട് അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു എന്നാ പറയുന്നത്. അപ്പൊ അവൻ ജഡം ധരിച്ചു, അത് ശരിയാണ്, പക്ഷെ അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ആരാ? ആത്മാവായ ക്രിസ്തു. ആ ക്രിസ്തു ആരുടെ ആത്മാവാണ്? ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. അപ്പോൾ യേശു എന്ന പുത്രൻ ജഡത്തിൽ പ്രത്യക്ഷനായി, അവൻ സൃഷ്ടിയുടെ ഒരു ഭാഗമായി. ക്രിസ്തു ഒരു ജഡം ധരിച്ചു, ഈ രക്ഷയുടെ വേല ചെയ്തു. യേശു എന്ന നാമം ആരുടെ നാമമാണ്? അത് പിതാവിന്റെ നാമമാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 5:43 പറയും. പിന്നെ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തോട് കൂടെ നമ്മൾ നോക്കേണ്ടത് ഈ ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം. അവിടെ യേശു തന്നെയാണ് പറയുന്നത്, തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി ഭൂമിയുടെ സകല അറ്റത്തും ആരുടെ നാമത്തിലാണ്? മശിഹായുടെ നാമത്തിലാണ് വരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു അവിടെ 24-ാമത്തെ അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, അപ്പോസ്തോലന്മാരോട് പറയുന്ന ഒരു കാര്യം, പ്രവാചകന്മാര് പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പൊ ഈ മന്ദബുദ്ധികളായ ചിലർ
ഇന്നും മന്ദബുദ്ധികളായി തുടരുവാൻ ആഗ്രഹിക്കുന്ന ചിലർ, അവർ പറയുന്നത് യേശുക്രിസ്തു രക്ഷകനാണ്, പക്ഷേ അവൻ ദൈവമല്ല. അപ്പൊ ദൈവമല്ലെങ്കിൽ എങ്ങനെയാണ് രക്ഷകനാകുന്നത്? മാനസാന്തരവും പാപമോചനവും മശിഹായുടെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങുന്നു എന്നുള്ള ആ ഒരു കൂട്ടത്തിൽ വായിക്കേണ്ട വാക്യം അവർ പാടെ അവഗണിച്ചിട്ട് അപ്പോസ്തോലന്മാർക്ക് കിട്ടിയ ആത്മീയ വെളിപ്പാടിനെ പാടെ മാറ്റിയിട്ട് ആ അപ്പോസ്തോലന്മാര് എഴുതിയ 27 പുസ്തകങ്ങളിൽ നിന്നും അങ്ങും ഇങ്ങൊന്നും എടുത്ത ഓരോ വചനങ്ങളാൽ പല സഭകൾ വെച്ച് വിഭജിച്ച ആൾക്കാരാണ് ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ക്രിസ്റ്റഡൽഫിയ എന്ന് പറയുന്ന ഈ ഒരു സുവിശേഷം, അന്യ സുവിശേഷം പറയുന്ന ഈ ജേക്കബ് എന്ന സഹോദരൻ. അപ്പോൾ നമ്മൾ കാണുന്നത് ഇവർക്കാർക്കും അപ്പോസ്തോലന്മാർക്ക് കിട്ടിയ ആത്മീയ വെളിപ്പാടില്ല. പെന്തിക്കോസ് നാളിൽ പത്രോസ് പറയുന്നു, ഇന്ന് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ഏവരും രക്ഷിക്കപ്പെടും. ആ യഹോവയുടെ നാമം അവിടെ വെളിപ്പെടുത്തിയത് ഏത് നാമമാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ നാമത്തിൽ സ്നാനം നൽകിയത്. പിന്നെ യേശുക്രിസ്തു ഏകസത്യ ദൈവമെന്നും മഹാദൈവമെന്നും അവൻ നിത്യപിതാവെന്നും ഉള്ള വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചു. അവൻ പിതാവായിരിക്കെ സർവസൃഷ്ടിയിലും പിതാവെന്ന രീതിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഒരു ജഡമെടുത്ത് പുത്രൻ എന്ന പോലെ, അതായത് ജഡവും രക്തവുമായ പുത്രൻ എന്ന പോലെ ഈ സൃഷ്ടിയുടെ ഭാഗം ആയി തീരുകയും ആ രക്ഷകൻ എന്ന പദവി എടുക്കുകയും അവൻ രക്ഷകനായപ്പോൾ അവൻ വേറൊരു വ്യക്തിയല്ല, വേറൊരു പുത്രനല്ല, അവൻ ദൈവം തന്നെ ജഡം എടുത്തു വന്നു എന്നുള്ള കാര്യമാണ് അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അന്ന് കിട്ടിയത്. അപ്പോൾ യഹോവ എന്റെ രക്ഷകനായി വന്നു എന്ന യേശുവ ഹമശിയയുടെ നാമം അവർ എടുത്ത് സ്നാനം കൊടുത്തു. ആ ഒരു ആത്മീയ വെളിപ്പാടിന്റെയും ആത്മീയ ദർശനത്തിന്റെയും കുറവാണ് അത് തർത്തുല്യന്റെ മക്കളായാലും ആ ആര്യൂസ്യന്റെ മക്കളായാലും അവർക്കില്ലാതെ പോയത്. അപ്പോൾ അത് ദൈവം പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാൽ നമുക്ക് വെളിപ്പെടുത്തിയതിന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് സ്തുതി പറയാം. ഞാൻ എന്റെ സബ്ജക്റ്റിനെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ആൻസറാണ് അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചത്. കാരണം നമുക്ക് മനസ്സിലായി, കാരണം ഇതെല്ലാം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നാമം നമ്മൾ കാണുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്ന അവിടെ 3 പേരുണ്ട്, അല്ലെങ്കിൽ 3 പേരുടെ നാമത്തിലാണ് സ്നാനം. പക്ഷെ അത് മനസ്സിലാക്കി അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തി 2:38 സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്ന് അവർ പഠിപ്പിച്ചു. അത് വിശംബദർ വിശദീകരിച്ചു നമ്മളോട്. അപ്പൊ ഈ കാലങ്ങളിൽ നമ്മളെ തെറ്റിക്കുവാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യേശു ദൈവമല്ലെന്നും കാരണം യേശുവിന് ദൈവത്വമില്ലെന്നും ഒക്കെ നമ്മളെ അനേകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അവയെ ഒന്നും ചെവിക്കൊള്ളാതെ ദൈവവചനത്തിന് ശ്രദ്ധ കൊടുക്കേണ്ട സമയങ്ങൾ വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ സൂചനകൾ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ പാനൽ സംസാരിച്ച എല്ലാ ദൈവദാസന്മാരും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഏക ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ മറന്നുകൊണ്ട് രണ്ടാമത്തെ വ്യക്തിത്വമോ മനുഷ്യനോ ആക്കി തീർക്കുന്ന, അല്ലെങ്കിൽ വെറും ഒരു മധ്യസ്ഥനോ ആക്കി മാറ്റുന്ന ഒരു വിധ ദുരുപദേശത്തിലേക്കാണ് ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു വലിയ കാരണമാണ് ഇപ്പം നമ്മൾ ജേക്കബ് മാത്യു എന്ന് പറയുന്ന അദ്ദേഹത്തിൽ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. അദ്ദേഹം കുറച്ച് റസൽ മതത്തിൽ നിന്നും കുറച്ച് അർയൂസ് കക്ഷികളിൽ നിന്നും അദ്ദേഹം ശേഖരിച്ച ചില ഏടുകൾ എടുത്തുകൊണ്ട് വന്ന് യേശു ക്രിസ്തുവിനെ ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നാമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വേറെ മറ്റൊരുത്തരിനും രക്ഷയില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് ഏക ദൈവമേ ഉള്ളൂ, പിതാവ് മാത്രമാണ്, ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന പ്രവണതയാണ് അവരിൽ ഉടനീളവും നമ്മൾ കണ്ടത്. തൃത്തക്കാരിലും ഇത് കാണുന്നുണ്ടെങ്കിലും അവർ 3 ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നുള്ള തെറ്റ് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ തരുണത്തിൽ ഞാൻ എന്നെ കേൾക്കുന്ന ഞങ്ങൾ JCയുടെ മൊത്തം എല്ലാ ദൈവദാസന്മാരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വചനം പഠിക്കണം. വചനത്തിൽ നിന്ന് ആഴമായി പഠിച്ചിട്ട്, കാരണം ദൈവം ഏകനാണ് എന്നുള്ള ആ വസ്തുത മനസ്സിലാക്കി. ഇസ്രായേൽ വിശ്വസിച്ചിരുന്ന ദൈവം ഏകനായിരുന്നു. അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് തന്നെയാണ്, യേശു ക്രിസ്തു പഠിപ്പിച്ചതും അത് തന്നെയാണ്. അപ്പോ ആ ദൈവത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ
എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് കരുതിക്കൊണ്ട് വീണ്ടും അടുത്ത എപ്പിസോഡുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ ദൈവനാമത്തിൽ എല്ലാവരോടും നന്ദിയെ ചോദിക്കുന്നു. ആമേൻ.